ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മിക്കതും റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലാന്റ് എല്ലാവരും എപ്പോഴും നമ്മളോട് ചോദിക്കണം നമ്മളുടെ മൂൺ ലൈറ്റ് പോത്തൂസാണ് കേട്ടോ. മൂൺ ലൈറ്റ് പോത്തൂസിൻ്റെ ഇതേ കണ്ടോ, ഒരു 2 ലീഫ് സ്റ്റേജ് 3 ലീഫ് സ്റ്റേജ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്രോക്സിമേറ്റ് സൈസൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നെ ഓരോ പ്ലാന്റിൻ്റെ ലീഫ് സൈസിന് വ്യത്യാസം ഉണ്ടാകും. അതാണ് ഞാനിപ്പോൾ ടു ലീഫ് സ്റ്റേജ് കാണിച്ചതിൽ ആ ലീഫ് കുറച്ച് വലുതാണ്. ഇപ്പോൾ 3 ലീഫ് സ്റ്റേജാണിത്. അപ്പോൾ ഇതിൻ്റെ ലീഫ് അതിനേക്കാളും കമ്പാരിറ്റീവ്ലി ചെറുതാണ്. അപ്പം ഏകദേശം അപ്രോക്സിമേറ്റ് സൈസും ലീഫ് സ്റ്റേജും പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മളുടെ മോൺസ്റ്റർ പെറു ആണ് കേട്ടോ. നമ്മളുടെ കയ്യിലുള്ളപ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് മാത്രമാണ് ഇത്തവണ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത് കണ്ടോ, ഒരു 2 ലീഫ് 3 ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ പ്രൊപ്പഗേഷന് വെച്ചിട്ടുള്ളത്, പിന്നെ അത് റെഡിയായിട്ട് വേണം അടുത്ത തവണ നമുക്ക് സെയിലിനിടാനായിട്ട്. അപ്പോൾ പ്രൊപ്പഗേഷന് വെച്ച പ്ലാന്റ്സ് റെഡിയാവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആവശ്യമുള്ളവരിത് ഇപ്പം കോണ്ടാക്ട് ചെയ്യട്ടോ. അടുത്തത് നമ്മളുടെ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ്. ഈ സിങ്കോണിയം നമ്മളുടെ ചോക്ലേറ്റ് സിങ്കോണിയാണ്. ഇത് വിട്ടിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ കയ്യിൽ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മൾ പ്രൊപ്പഗേഷനൊക്കെ കഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ തണലത്ത് വെച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടോ, കറക്റ്റായിട്ട് ആ ഒരു ചോക്ലേറ്റ് കളറൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. വെയിലടിച്ച് ഞാൻ ഉച്ചയ്ക്ക് എടുക്കുന്നതാണ്. അപ്പോൾ വെയിലിൻ്റെ ഷെയ്ഡ് കൊണ്ട് ഏകദേശം നിങ്ങൾക്ക് കളർ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതാണ് കൊടുക്കുന്ന അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഈ കാണിച്ച് തന്നിട്ടുള്ളത്. ഇതുണ്ട്, ഏകദേശം ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് വരുന്നത്. ഇത് വേറൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിനകത്ത് കണ്ട് ഈ പുതിയ ലീഫ് വരുമ്പോൾ അത് കറക്റ്റ് ശരിക്കും ഒരു ചോക്ലേറ്റ്, ഒരു പിങ്ക് അല്ല കേട്ടോ, അതുപോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ബ്രൗണിഷ് പിങ്ക് ഷെയ്ഡ് പോലെയാണ് തോന്നുന്നത് എനിക്കായാലും. പിന്നെ ഇത് നമ്മൾ വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലായിരിക്കും കേട്ടോ ലീഫ് ഇരിക്കുന്നത്. ഇതുണ്ടത് വെയിലുള്ള സ്ഥലത്ത് ഞാൻ വെച്ചിരുന്ന പ്ലാന്റാണ്. ഇപ്പോൾ ഷെയ്ഡിലേക്ക് മാറ്റിയപ്പോൾ ആ ലീഫിന് നിറവ്യത്യാസം വരുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഷെയ്ഡ്, ലൈറ്റിൻ്റെ ഷെയ്ഡ് മാറുമ്പോൾ തന്നെ പ്ലാന്റ്സിൻ്റെ കളറിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കാണിച്ചത്. അടുത്തത് നമ്മളുടെ ബീച്ച് സ്പൈഡർ ലില്ലിയുടെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 40 രൂപയ്ക്കാണ് കേട്ടോ ഇത്തവണ കൊടുക്കുന്നത്. നല്ല റേറ്റുള്ള പ്ലാന്റാണ്. നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വെറും 40 രൂപയ്ക്കാണ് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ഇത്തവണ നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഗ്രീൻ കളർ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് നമ്മളുടെ ഈ ഒരു അലോക്കേഷ്യ വെറൈറ്റി ആണ് കേട്ടോ. അലോക്കേഷ്യയുടെ ഇതുപോലുള്ള പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ ഇത്തവണ അവൈലബിൾ ആണ്. അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്, കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു 5 പ്ലാന്റ് മാത്രമാണ് നിലവിൽ ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയൊന്നും ഇപ്പോൾ റെഡി ആയിട്ടില്ല. അപ്പോൾ ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. കൃത്യമായിട്ട് സൈസ് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ. വേറെ ചിലതിലൊക്കെ ഒരു 2 ലീഫ് സ്റ്റേജ് ഉള്ളതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം സെയിം മെച്യൂർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏകദേശം അപ്രോക്സിമേറ്റ് സൈസ് ഉള്ളത് ഞാൻ കാണിച്ചു തന്നത്. ഇതാണ് മദർ പ്ലാന്റിൻ്റെ ലീഫ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. ഏകദേശം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിനും ഏകദേശം ഈ ഒരു പാറ്റേണൊക്കെ ആയിട്ട് ഉണ്ട്. നല്ല രസമുള്ള ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ്. അടുത്തത് നമ്മളുടെ CC പ്ലാന്റ് ആണ് കേട്ടോ. CC പ്ലാന്റിന് ഇത് ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലുള്ള ഈ സൈസ് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു 40 രൂപയ്ക്ക്. ഇത് പെട്ടെന്ന് തീർന്നു പോവുകയാണ് ചെയ്തത്. ഇത്തവണ നമ്മളിത് കൊടുക്കുന്നത് 35 രൂപയ്ക്കാണ് കേട്ടോ ഈ സൈസ് പ്ലാന്റ്, CC പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. ഇത് സാധാരണ നമ്മൾ പ്രൊപ്പഗേഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ തണ്ട് വരാനാണ് ടൈം എടുക്കുക. പക്ഷേ ഒരു തണ്ട് 2 തണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തൈ പൊട്ടിക്കുമല്ലോ കേട്ടോ CCക്ക്. അപ്പോൾ ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മളുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഹെലിക്കോണിയ പ്ലാന്റ് ആണ് കേട്ടോ. വെരിഗേറ്റഡ് ഹെലിക്കോണിയ നല്ല ഷെയ്ഡിൽ വെക്കുമ്പോഴാട്ടോ ഇത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആ വെരിഗേഷൻ കിട്ടണത്. വെയിൽ കുറച്ചെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ ലീഫ് ചിലപ്പോൾ യെല്ലോ ഷെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യം വെയിലത്ത് വെച്ചിരുന്നതാണ്, പിന്നെ ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റിയതാണ്. അപ്പോഴാണ് നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ വന്നു തുടങ്ങിയത്. സാധാരണ ഹെലിക്കോണിയ വെയിലത്ത് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ലെന്ന് ഓർത്താണ് ഞാനങ്ങനെ വെച്ചത്. പിന്നെ ഏകദേശം പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോൾ ഞാനിത് നല്ല ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത്. നമ്മുടെ പറമ്പിലാണ് വെച്ചേക്കുന്നത്. നല്ല ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് ആ പ്ലാന്റ് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മളുടെ ബാക്കിയുള്ള ഹെലിക്കോണിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൊടുക്കുന്ന പ്ലാന്റ്സ് ഇതാണ്. അപ്പോൾ ഹെലിക്കോണിയ നമുക്ക് കുറേ പോകുന്നത് കൊണ്ട് തന്നെ നമ്മളത് താഴെയാണ് നട്ടേക്കുന്നത്. ഏകദേശം ഇതാണ് മിക്ക പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്.
അടുത്തത് നമ്മുടെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു സിങ്കോണിയം പിങ്ക് സിങ്കോണിയാണ്. പിങ്ക് സിങ്കോണിയത്തിൻ്റെ ഈ സൈസ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മദർ പ്ലാന്റ് സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 5 പ്ലാന്റ്സുകളൊക്കെ ഇതിൻ്റെ ഈ സൈസ് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളൂ. ഇനി ഇത് തീർന്നു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഇതിൻ്റെ ഒരു 3 ലീഫ് സ്റ്റേജ്, പിന്നെ ഇതിലും കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ്സാണ് ഉള്ളത്. ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോഴാണ് ഉള്ളത്. പിന്നെ ഇനി ഇരിക്കണത് റെഡിയായി വന്നാലേ പിന്നെ ഇത്രയേ ആവത്തുള്ളൂ. അപ്പോൾ ഈ പ്ലാൻസ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യണേ. പിന്നെ മാക്സിമം എല്ലാവരും മെസ്സേജ് അയക്കണം കേട്ടോ. ദയവേത് ആരും വിളിക്കരുത്, മെസ്സേജ് അയക്കണേ. അടുത്ത നമ്മൾ പീസ് ലില്ലിയാണ്. ഇത് നമ്മൾ നോർമൽ കാണുന്ന പീസ് ലില്ലി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റാണ്. ഇത് കുറച്ചുകൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പൂ വിടും കേട്ടോ. തീരെ ചെറിയ പ്ലാന്റുകൾ, മീഡിയം സൈസ് എന്നും പറയാൻ പറ്റില്ല, അതിനേലും വലിയ പ്ലാന്റാണ്. നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ട് ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ് കേട്ടോ. നിങ്ങൾക്ക് കൃത്യമായിട്ട് സൈസ് മനസ്സിലാൻ വേണ്ടിയാണ് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ കാണിച്ചു തരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ 5 പ്ലാന്റ്സാണ് ഇപ്പം നമ്മളുടെ കയ്യിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ കോംബോ ഇട്ടപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പ്ലാന്റ് കുറേ നമ്മളുടെ കയ്യിൽ തീർന്നു പോയായിരുന്നു. ഇപ്പോൾ 5 പ്ലാന്റ് മാത്രമാണ് ഇതിൻ്റെ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മളുടെ പോത്തൂസ് വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ നിയോൺ പോത്തൂസാണ്. നല്ല ഭംഗിയുള്ളൊരു പോത്തൂസ് വെറൈറ്റിയാണ് കേട്ടോ. നിയോൺ പോത്തൂസിൻ്റെ ഇത് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ഞാനിത് ഒരുമിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, പ്രൊപ്പഗേഷന് വേണ്ടി ഒരുമിച്ചാണ് കുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഏകദേശം ഇതൊക്കെയാണ് കൊടുക്കുന്ന പ്ലാന്റ് സൈസ് വരുന്നത്. ഒരു 4 ലീഫ് സ്റ്റേജ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഒരു 2 പ്ലാന്റ് കുത്തുമ്പോൾ പെട്ടെന്ന് ഇച്ചിരി പോത്തൂസ് വെറൈറ്റിയിൽ പെട്ടെന്ന് സ്പീഡിൽ വളരുന്ന ഒരു പോത്തൂസാണ് കേട്ടോ. ഗോൾഡൻ പോത്തൂസ് കഴിഞ്ഞാൽ എനിക്ക് സ്പീഡിൽ നല്ല നീളത്തിൽ പെട്ടെന്ന് വളരുന്ന ഒരു പോത്തൂസ് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പോത്തൂസാണ് കേട്ടോ. അടുത്തത് നമ്മളുടെ മോൺസ്റ്റർ വെറൈറ്റീസാണ്. മോൺസ്റ്ററിൽ ഇത് നമ്മുടെ മോൺസ്റ്റർ മിനിമയാണ് കേട്ടോ. മോൺസ്റ്റർ മിനിമയുടെ ഈ സൈസിലുള്ള പ്ലാന്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇത് നമ്മൾ വലിയ പ്ലാന്റിൽ നിന്ന് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതാണ്. അത്യാവശ്യം റൂട്ടൊക്കെ നല്ല പ്ലാന്റായിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് നേരത്തെ പ്രൊപ്പഗേഷൻ വെച്ച് ലീഫ് കുഞ്ഞി കവറിൽ വെക്കുമ്പോൾ ലീഫ് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ വരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ കാര്യമായാലും മോൺസ്റ്ററുടെ കാര്യമായാലും അതുപോലെ നമ്മുടെ ഫിലോഡെൻഡ്രോൺ ഉണ്ടല്ലോ അതിൻ്റെ കാര്യമായാലും ഏകദേശം ഇങ്ങനെയാണ്. ആ പാറ്റേൺ നമ്മൾ കുഞ്ഞി കവറിൽ വെച്ച് കഴിഞ്ഞാൽ കിട്ടാറില്ല. നിങ്ങൾ വലിയ പോട്ടിലോ അല്ലെങ്കിൽ താഴേക്ക് വെച്ച് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ പാറ്റേൺ വന്നോളും. അടുത്തത് നമ്മളുടെ മോൺസ്റ്ററുടെ തന്നെ ഈ ഒരു മോൺസ്റ്റർ അഡൻസോണിയുടെ പ്ലാന്റാണ് കേട്ടോ. ഏകദേശം ഇതൊക്കെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. 3 ലീഫ് 4 ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ്സാണ്. മിക്കതിനും ആ കറക്റ്റ് ആയിട്ടുള്ള ലീഫ് പാറ്റേൺസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പ്രൊപ്പഗേഷന് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സൊക്കെയാണ്. ഇതും കുഞ്ഞി കവറിലാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ വളരെ ചെറുതായിരിക്കും. ഈ ഹോള് പോലെ കാണുന്നില്ല, അത് കുറവായിരിക്കും ഉണ്ടാവുന്നത്. കുറച്ച് വലിയ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിറച്ച് കാണും കേട്ടോ, നല്ല ഭംഗിയായിട്ട്. അടുത്തത് നമ്മളുടെ ഈ ഒരു റിയോ പ്ലാന്റ് ആണ്. പിങ്ക് കളർ ട്രൈ കളർ റിയോ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഏകദേശം നല്ല ആ ഷെയ്ഡിൽ വെച്ചതുകൊണ്ട് തന്നെ പിങ്ക് ഗ്രീൻ ആ കളറൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സെയിൽ വീട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാൻസ്. ഈ പ്ലാൻസ് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോഴും പറയുകയാണ്, ദയവ് ചെയ്ത് എല്ലാവരും മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്